അവിടുന്നാണ് പിന്നെ കൽബയിലേക്ക് വന്നത്. അല്ല, അവിടുന്ന് പിന്നെ ഞാൻ സാലറിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഞാൻ പിന്നെ അവിടുന്ന് ചാടിയിട്ടാണ് ഞാൻ വേറൊരു കമ്പനിക്ക് പോകണം. ആ കമ്പനിയിൽ നിന്ന് ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് ക്യാൻസലാക്കി. അവിടെ എത്തി നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഒരു ജോലി ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ 10 ദിവസം അവരുടെ അടുത്ത് നിന്നപ്പോൾ അവർ ജോലി ഇല്ലായിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവിടുന്ന് വേറൊരു കമ്പനി അന്വേഷിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ അവിടെ ആ കമ്പനിയിൽ വീണ്ടും ചെന്നു. അപ്പോൾ അവർ 1000 ദിർഹംസ് എടുത്ത് നിന്നിട്ടായിരുന്നു നിങ്ങൾ വേറെ ജോലി ആക്കിക്കോളിന്ന്. അങ്ങനെ പിന്നെ ജോലി റൗണ്ട് അടിച്ചിട്ട് ഷാർജയിൽ ഒരു കാർ വാഷിൻ്റെ ഇതിൽ പിന്നെ ഒരു ചങ്കും ചങ്കിടിപ്പും ജോലിയാക്കി തന്നു. അവിടെ 1 വർഷത്തോളം ജോലി ചെയ്തു. പിന്നെ അവിടുന്ന് വീണ്ടും ഇന്നെ ഈ പഴയ കമ്പനിക്ക് തന്നെ അവർ കൊണ്ടുപോയി. നിങ്ങളെ അഭാവം അവിടെ മനസ്സിലാക്കി. അങ്ങനെ അവിടേക്ക് വീണ്ടും അവിടേക്ക് തന്നെ പോയി. അത് നമ്മളെ ചങ്ക് അവിടെ കൊണ്ടുപോയി. പിന്നെ അങ്ങനെ പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ കുറച്ചാലും വീണ്ടും ജോലി ചെയ്തു. അവിടെ നിന്ന് ഞാൻ ഇൻ്റർവ്യൂ ഇതിൻ്റെത് വെറുതെ ഒന്ന് ഷാർജയിൽ കൊടുത്ത്, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. നമ്മൾ ഇൻ്റർവ്യൂ കൊടുക്കണ പോയിരുന്നു. പക്ഷെ അവിടുന്ന് നമ്മളൊരു അബദ്ധം ചെയ്ത് അവിടെ പാസ്സായി. ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മനസ്സിൽ ഒരു 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് ഈ ജോലി കിട്ടുന്നത് ഞാൻ അവിടുന്ന് ക്യാൻസൽ ചെയ്തു. ആദ്യത്തെ ദുബായിലെ ജോലി അത് ജോലി ക്യാൻസൽ ആക്കുകയും ചെയ്ത്. പിന്നെ അത് കിട്ടണമെങ്കിൽ 1 വർഷം 2 മാസത്തോളം എടുത്ത്. വിസിറ്റിങ്ങിന് നാട്ടിൽ പോകുന്നേ വരണേ. പുറത്തുള്ളവർക്ക് ഞാൻ യൂസഫ് അലി സാറന്മാരൊക്കെ ഇങ്ങനെ പോയി വരണേ. അതൊന്നും അറിയില്ല ആർക്കും. അതിൽ നമ്മൾ പണിയെടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ എടുത്തിട്ടും പട്ടിണി എടുത്തിട്ടും പല രൂപത്തിലും ജീവിച്ച ആ ഒരു കൊല്ലം അന്ന് ഞാൻ മനസ്സിലാക്കി ഇനി ഒന്നുമില്ല, ജീവിതം കഴിഞ്ഞെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ ഒരു കഷ്ടപ്പാടുന്നൊക്കെ അത്രയും കഷ്ടപ്പെട്ട്, കാരണം ഇവിടെ വിസിറ്റിംഗ് അടിച്ചിട്ട് റൂമില്ല അല്ലെങ്കിൽ ഫുഡില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷന് പൈസ കൈക്കലില്ല. അതാകെ അലഞ്ഞ് തിരിഞ്ഞ് ബഷീറിൻ്റെ അതിൽ പറഞ്ഞാൽ പത്തുമ്പാൻ്റെ ആട് പറഞ്ഞ അതിൽ പറഞ്ഞാൽ അലഞ്ഞ് തിരിഞ്ഞ് ജീവിതത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ വീട് വാടക കൊടുത്തമാതിരി എന്ന് പറഞ്ഞ മാതിരി ആകെ പിടുത്തം വിട്ട് ഇനിയൊരു ജീവിതം. ഇപ്പം ഈ ഒരു ടൈമിൽ ഇപ്പോൾ പറയാൻ അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോൾ വിസിറ്റിങ്ങിൽ നിൽക്കുന്നവരുണ്ടാവും. അവർ ജോലി അന്വേഷിച്ച് ചടച്ചിട്ട് അവർ വിചാരിക്കണ്ടാവും ഇനിയൊരു ജീവിതം ഇല്ല അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടൂല എന്നൊക്കെ വിചാരിക്കണ്ടാവും. വെറുതെ അവരോട് എന്താ നിങ്ങൾക്ക് പറയാനല്ലേ? കിട്ടും. നമ്മൾ പരിശ്രമിക്കുക. 10 വാതിൽ മുട്ടിയ ഏതെങ്കിലും ഒരു വാതിൽ തുറക്കും. കാരണം നമ്മളെ അനുഭവം 1 കൊല്ലം 2 മാസം വിസിറ്റിംഗ് എടുത്തിട്ട് അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണം ഇല്ലാതെ ഒരാളെ മുന്നിൽ കരയാൻ പറ്റാതെ നടന്നിട്ട് പല സ്ഥലത്തും CV. കാരണം എനിക്ക് ഈ ഇന്റർനെറ്റുമായിട്ട് ബന്ധമില്ല, അറിയില്ല, നെക്കാനറിയാതെ ഇത് CV കൊണ്ടേ കൊടുക്കണം. എത്ര പൈസക്ക് ഞാൻ CV ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് കളറായിട്ടും പ്രിൻ്റായിട്ടും എടുത്തിട്ട് ഈ CV ശരിയല്ലെങ്കിൽ എത്ര ഇത് കൊണ്ടു കൊടുത്തിട്ടും കാര്യമില്ല. പക്ഷെ എൻ്റെ CV കറക്റ്റ് അല്ലായിരുന്നു. അത് നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ടെമ്പററി മാതിരി ഉണ്ടാക്കിയ ഒരു CV ആണ്. ഇത് അച്ചടിച്ചിട്ട് കൊണ്ടു കൊടുക്കാതെ ഇല്ല. അത് ആരടുത്ത പോവുക ആരടുത്ത് ഇതാക്കാന്നൊന്നുമില്ല. അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അവർ ഭയങ്കര തിരക്കുള്ളവരാവും. പിന്നെ അതിനൊരു 10 ദിർഹംസ് ചിലവാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതിന് 10 ദിർഹംസ് ചിലപ്പോൾ ചോറ് കഴിക്കാനോ അല്ലെങ്കിൽ ഇതുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ കുബൂസും വാങ്ങും, ഒരു കറിയും വാങ്ങിയിട്ട് ആ കുബൂസിൽ 5 എണ്ണം ഉണ്ടാവും. അത് രാവിലെ 1, ഉച്ചക്ക് 2 എണ്ണം, രാത്രി 1, അങ്ങനെ കഴിച്ചിട്ട് വിസിറ്റിങ്ങിൽ നിന്നിട്ട് 1 കൊല്ലം 2 മാസത്തോളം നിന്ന്. അങ്ങനെ പിന്നെ എൻ്റെ ഇത് കണ്ടിട്ട് പഴയ കമ്പനി എനിക്ക് വീണ്ടും അവിടെ തന്നെ ഒരു ജോലിനോട് തന്നെ ഇവിടെ തന്നെ ജോലി ചെയ്തതാണ്. അങ്ങനെ അവരവിടെ നിന്ന് അവിടുന്ന് പിന്നെ ഇതിന് ട്രൈ ചെയ്ത് അങ്ങനെ പിന്നെ അപ്പോഴാണ് പിന്നെ ഉദിച്ച് അവിടെ വന്ന് ഞാൻ ദിബ്ബയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അതായത് ഇപ്പൊ വിസിറ്റിങ്ങിൽ നിന്ന് ചടച്ച ആളുകൾ ഉണ്ടാവല്ലോ, ഇനി കിട്ടൂല അല്ലെങ്കിൽ തിരിച്ചു പോവുക അല്ലെങ്കിൽ 2 വിസിറ്റായി 3 വിസിറ്റായി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സാക്ഷിയാണ്. അതായത് ഇപ്പോൾ 1 കൊല്ലം 2 മാസത്തോളം എത്ര വിസിറ്റ് വേണോ അത്രയും വിസിറ്റ് എടുത്തിട്ട് മുന്നിൽ ഒരു ഇതുമില്ല, ഈ 2 കൈയും 10 പേരിലും മാത്രം ഉണ്ടായിരുന്നിടത്തുനിന്നാണ് ഞാൻ ഇന്നിപ്പോൾ ഫാമിലി ആയിട്ട് നിൽക്കുന്നത് അവിടെ. അപ്പോൾ ജീവിതം നമുക്ക് ഇതിൻ്റെ അപ്പുറത്തൊരു വേറെ ജീവിതം ഉണ്ടാവും. നമ്മൾ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുക, നമ്മൾ മുട്ടിയും കൊണ്ട് തന്നെ ഇരിക്കുക.